71ാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ ഏത് ചുണ്ടനാണ് വിജയികളാകുന്നത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് മത്സരങ്ങൾ സമാപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫൈനലിൽ വിജയികളെ കണ്ടെത്തിയത് ഇത്തവണയും മത്സരങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണ് ഫൈനലിലെത്തുക എന്നുള്ളതാണ് വള്ളംകളി പ്രേമികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മേപ്പാടം, വലിയ ദിവാഞ്ചി, കാരിച്ചാൽ, നടുഭാഗം, ജവഹർ തായങ്കരി, ചെറുതന, ചമ്പക്കുളം, തലവെടി തുടങ്ങി കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഇത്തവണ കപ്പടിക്കാനൊരുങ്ങിയാണ് കുട്ടനാട്ടിലെ പുന്നമടക്കായലിലെത്തുന്നത്. കുറ്റമറ്റ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് വള്ളംകളിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ബോട്ട് റേസ് കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള കെ ഷാജുവും RK കുറുപ്പും പറയുന്നത്. കരകളിലെല്ലാം നിറഞ്ഞ ആവേശമാണ്, വലിയ തോതിലുള്ള തയ്യാറെടുപ്പാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ അതിനെങ്ങനെ നറുക്കെടുപ്പിൽ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായിട്ട് ആലോചനയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തലനാരിഴ വ്യത്യാസത്തിലുള്ള മത്സരഫലമുണ്ടായ 2024 വെല്ലുന്ന മത്സരഫലമായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി എത്തിയതോടെ കൂടുതൽ ആളുകൾ വള്ളംകളി നേരിട്ട് കാണാനെത്തും. ഏകദേശം 4 ലക്ഷത്തോളം പേർ വള്ളംകളി നേരിട്ട് കാണാനുണ്ടാവുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സിംബാബ്വെ ഡെപ്യൂട്ടി സ്പീക്കർ രാജേഷ് കുമാർ കൂടാതെ സംസ്ഥാനത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പ്രമുഖർ മത്സരം കാണാൻ പുന്നമടക്കായലിലെത്തും. കഴിഞ്ഞ 40 ദിവസത്തിലധികമായി നടന്ന പരിശീലനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളും തുഴച്ചിൽക്കാരും ഇന്ന് വിശ്രമത്തിലാണ്. നാളെ രാവിലെ ചുണ്ടൻ വള്ളങ്ങൾ വീണ്ടും നീറ്റിലിറക്കും. രാവിലെ 11 മണിയോടുകൂടിയാണ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് 2 മണിയോടുകൂടിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുക. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.